സാധാരണ രജനി ചിത്രങ്ങളിൽ കാണുന്ന ഇൻട്രോ സോങ്ങോ ഗംഭീര എൻട്രിയോ ഇല്ലാതെ സാധാരണമായി രജനിയെ കാണിക്കുന്നു എന്നതിൽ തന്നെ ജയിലറിലെ പുതുമ പ്രേക്ഷകൻ നൽകുന്നുണ്ട്. അണ്ണാത്തയ്ക്ക് ശേഷം രജനികാന്ത് ഒരു ചെറിയ ഇടവേളെടുത്തിരുന്നു എന്നത് തമിഴ് സിനിമ ലോകത്തെ രഹസ്യമായ കാര്യമല്ല. തനിക്ക് അനുയോജ്യമായ ഒരു വേഷത്തെ തേടുകയായിരുന്നു രജനി. 2 മണിക്കൂർ 48 മിനിറ്റ് സമയത്തിന് ശേഷം ജയിലർ സിനിമ അവസാനിച്ച് രചന സംവിധാനം നെൽസന് എന്ന് എഴുതി കാണിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്ന സംതൃപ്തിയിലുണ്ടാകും രജനി നടത്തിയ ഈ കാത്തിരിപ്പിന്റെ ഫലം. ബോക്സ് ഓഫീസ് കണക്കുകളിൽ മുന്നിൽ നിന്നിട്ടും ഏറെ വിമർശനം നേരിട്ട ബീസ്റ്റിന് ശേഷം ശരിക്കും നെൽസന് എന്ന സംവിധായകൻ നടത്തി അധ്വാനം കൂടി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജയിലർ. ഒരു ആക്ഷൻ പാക്ക് ചിത്രം, ഒപ്പം തന്നെ ഹ്യൂമറിനും ഇമോഷനും നൽകുന്ന പ്രാധാന്യവും എടുത്തു പറയേണ്ടതാണ്. ശരിക്കും തിയേറ്റർ വൈബ് പടമാണ് ജയിലർ. പോലീസുകാരനായ മകൻ, ഭാര്യ, മരുമകൾ, മകന്റെ 6 വയസ്സുകാരൻ മകൻ എന്നിവർക്കൊപ്പം റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്ന മുത്തുവേൽ പാണ്ഡ്യൻ എന്ന പഴയ പോലീസ് ഓഫീസറായി രജനി എത്തുന്നു. സാധാരണ രജനി ചിത്രങ്ങളിൽ കാണുന്ന ഇൻട്രോ സോങ്ങോ ഗംഭീര എൻട്രിയോ ഇല്ലാതെ സാധാരണമായി രജനിയെ കാണിക്കുന്നു എന്നതിൽ തന്നെ ജയിലറിലെ പുതുമ പ്രേക്ഷകൻ നൽകുന്നുണ്ട്. ഒരു കുപ്രസിദ്ധ കേസ് അന്വേഷിച്ചുവരികയായിരുന്ന മകന്റെ തിരോധാനത്തോടെ അതിന്റെ പിന്നിലെ കാരണം അന്വേഷിച്ച് മുത്തുവേൽ പാണ്ഡ്യൻ ഇറങ്ങുന്നതോടെയാണ് ചിത്രം ടേക്ക് ഓഫ് ചെയ്യുന്നത്. ശരിക്കും മാസ് രജനിയുടെ വരവ് പിന്നീടാണ്. ഒരു കമ്പക്കെട്ടിന് തീ കൊളുത്തിയ പോലെ പിന്നീട് തിയേറ്ററിനെ ഇളക്കി മറിക്കുന്ന പല സ്വീക്വൻസുകളും സ്ക്രീനിൽ എത്തുന്നു. ഇന്റർവെൽ ബ്ലോക്കാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. നെൽസന് എന്ന സംവിധായകൻ പലപ്പോഴും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഡൈനിങ് ടേബിൾ സീനാണ് ഇത്. ഈ രംഗത്തിൽ രജനി കാര്യമായ ആക്ഷൻ രംഗങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, പക്ഷേ തിയേറ്റർ ഇളക്കി മറിക്കുന്ന സ്വാഗ് തന്നെ പ്രേക്ഷകൻ അനുഭവപ്പെടുന്നു. ചിത്രത്തിലെ പ്രധാന വില്ലൻ വേഷത്തിൽ എത്തുന്ന വിനായകനാണ്. വർമ്മ എന്ന മലയാളിയായ വില്ലൻ ശരിക്കും ചിത്രത്തിൽ നിറഞ്ഞാടുകയാണെന്ന് പറയാം. പല രംഗത്തിലും രജനി സ്ക്രീനിൽ നിൽക്കുമ്പോഴും വിനായകൻ സ്കോർ ചെയ്യുന്നു എന്നതാണ് പ്രേക്ഷകൻ കിട്ടുന്ന അനുഭവം. അതിൽ തന്നെ രജനി കുടുംബത്തെ കൊല്ലാന് വേണ്ടിവരുന്ന വിനായകന്റെ രംഗം അടക്കം എടുത്തു പറയേണ്ടതാണ്. എന്തായാലും തമിഴ് കരിയറിൽ വിനായകന്റെ എണ്ണം പറഞ്ഞ റോളായി ജയിലറിലെ പ്രതിനായകൻ വർമ്മ അടയാളപ്പെടുത്തു. ക്യാമിയോ റോളുകളുടെ ഒരു നിര തന്നെ അണിനിരത്തിയാണ് നെൽസന് തന്റെ കഥ പറയുന്നത്. ശിവരാജ് കുമാർ, ജാക്കി ഷെറോഫ്, മോഹൻലാൽ, തെലുങ്ക് താരം സുനിൽ, തമന്ന എല്ലാം സ്ക്രീനിൽ മാസും കോമഡിയും ഒക്കെ നിറച്ച് ചിത്രത്തിന്റെ കഥയെ സ്വാധീനിക്കുന്നുണ്ട്. നെൽസന് തന്റെ സ്ഥിരം രീതിയിലുള്ള ഒരു ആക്ഷൻ ചിത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. ഡാർക്ക് ഹ്യൂമറിന്റെ ഉപയോഗത്തിനൊപ്പം ഓരോ രംഗത്തിലും താരങ്ങളെ നന്നായി തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ഭാഗത്തെ യോഗി ബാബു രജനി കോമ്പിനേഷൻ രംഗങ്ങൾ തിയേറ്ററിൽ മികച്ച പ്രതികരണം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അനിരുദ്ധിന്റെ സംഗീതമാണ് ചിത്രത്തിന്റെ ആത്മാവ് എന്ന് പറയാം. ഹുക്കും എന്ന ഗാനം നേരത്തെ തന്നെ രജനി ഫാൻസ് ഏറ്റെടുത്തതാണ്. ആ ഗാനത്തിനെ ഗംഭീരമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അനിരുദ്ധ് ചിത്രത്തിൽ. ഒപ്പം തന്നെ ഇമോഷണൽ രംഗത്തിൽ പോലും ഹുക്ക് ചെയ്യുന്ന രീതിയിലാണ് അനിരുദ്ധ് സംഗീതം നൽകിയിരിക്കുന്നത്. ബീസ്റ്റ് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കുതിച്ചു കയറാനുള്ള നെൽസന് എന്ന സംവിധായകന്റെ ശ്രമം വിജയകരമായി എന്നതാണ് ജയിലർ കാണിക്കുന്നത്. അതിന് തുണയായി തലൈവർ രജനിയുടെ സ്വാഗും ക്യാമിയോ റോളുകളും മികച്ച വില്ലൻ വേഷവും. തിയേറ്ററിൽ ആഘോഷിക്കാൻ സാധിക്കുന്ന ഒരു ഫുൾ എന്റർടൈനറാണ് ജയിലർ.